ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവരുടെ നമുക്ക് ഇന്ന് നമ്മുടെ എപ്പിസോഡ് 100ലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 100 എപ്പിസോഡ് 100. അതിൽ നമുക്ക് ഫിലിപ്പിയ ലേഖനം 1:19-20 വാക്യം നമുക്ക് വാസിച്ചിടാം. ഇന്ന് നമുക്ക് തിരിയണം. ഇത് നമ്മൾ ബൈബിൾ സ്റ്റഡി താൻ പണിത് നമ്മൾ എഫെസ്യ ലേഖനം നമ്മൾ മുടിച്ചാച്ച ഇപ്പം ഫിലിപ്പ് ലേഖനം താൻ നമ്മൾ വാസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാക്കലാം ആണ്ടവർ നമ്മളോട് എന്നെ പേശത്. ഫിലിപ്പീൻസ് 1:19-20 ഫിലിപ്പീൻസ് 1:19 മുതൽ 19-20 വാക്യം താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. 18 നമുക്കൊന്നുകൂടെ വായിച്ചിടാം. പിന്നെ പിന്നെ എന്ന് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. നമ്മൾ വാസിച്ചാച്ച് ഇങ്ങനെ നമ്മൾ എന്തോ നമ്മൾ വാസിക്കുന്നതെന്ന് ചൊല്ലിതാൽ ഇങ്ങനെ ചൊല്ലുത്. നമ്മൾ അവരെ ആരെ താൻ പ്രസംഗിക്കുന്നത്? യേശു ക്രിസ്തുവിനെ താൻ പ്രസംഗിക്കുന്നത്. അന്നേരം അതുകൊണ്ട് ഞാൻ സന്തോഷമായിരിക്കെ. അതായത് അത് കാരണം എന്ന് പറഞ്ഞാൽ ഏത് കാരണത്താലും നമ്മൾ സുവിശേഷം നമ്മൾ ചൊല്ലുകയെന്നുണ്ടെങ്കിൽ അത് ആണ്ടവരുടെ നാമത്തിന് മഹിമയായിട്ട് തീരും. അത് നമ്മൾ സുവിശേഷത്തിൽ ആണ്ടവരായ യേശു ക്രിസ്തു തന്നെ ചൊല്ലിയത് വിതപ്പീൻ എന്ന് ചൊല്ലിയാച്ച് നമുക്ക്. അന്നേരം അവർ ദേഷ്യത്തോട് വിതച്ചോ, അല്ലെങ്കിൽ അവർ ശരിയായ രീതിയിൽ വിതച്ചോ, അല്ലെങ്കിൽ അവർ ഹൃദയത്തിൽ കുശുമ്പ് നിറഞ്ഞ് അല്ലെങ്കിൽ ജലസി നിറഞ്ഞിട്ട് അവർ വിതച്ചോ, അതൊന്നുമേ പറവായില്ല. എന്നതാൻ ആണ്ടവരുടെ നാമം താൻ ഇങ്ങനെ മഹിമപ്പെടുക എന്ന് നമ്മൾ ചൊല്ലുക. ഇനി നമ്മൾ 19 വാക്യത്തിലേക്ക് നമുക്ക് നമ്മൾ വാസിച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടും അവയെ എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഇங்கே പൗലോസ് എന്നാ ചൊല്ലുതെന്ന് നമുക്ക് വാസിച്ചിടാം. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാലും, അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി ജപിക്കുന്ന ജപത്താലും, അതായത് അതാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടും, അതുമാത്രമല്ല നിങ്ങൾ ജപത്തോടും യേശുക്രിസ്തു ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സഹായത്തോടും നിങ്ങൾ ചെയ്യുന്ന വേല അത് എനിക്ക് കാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അത് രക്ഷയ്ക്ക് കാരണമായി തീരും. അതായത് ഇങ്ങനെ ചൊല്ലുന്നത്, അവർ എന്നാ പണിയാലും അവർ എനിക്ക് പീഡ വരുവാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് കഷ്ടം വരുവാൻ വേണ്ടി അവർ എന്ത് ചെയ്താലും 2 കാര്യത്തിൽ എന്നാ പറ്റും? എനിക്ക് രക്ഷാകരമായി തീരും. 2 കാര്യം ഏതൊക്കെ താൻ? ഒന്ന്, നിങ്ങളുടെ ജപം. അതായത് നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പൊടിയും. അത് നിങ്ങൾ എനിക്ക് വേണ്ടി ജപിക്കുമ്പോൾ അത് എനിക്ക് രക്ഷയ്ക്ക് കാരണമായി. അതായത് ആണ്ടവർ നിങ്ങളുടെ ജപം കേട്ടിടും. അന്നേരം ആണ്ടവർ എന്നോട് കൃപ കാണിച്ചിടും. 2ാമത്തെ കാര്യം, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോട്, അതായത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, അവൻ്റെ സഹായത്താലും എന്നാ പറ്റിടും എന്നാ ചൊല്ലിയത്. സഹായത്തോടും അത് എനിക്ക് കാരണമായി തീരും. അതായത് 2 കാര്യം നമ്മൾ വാസിച്ചത്. ഒന്ന്, നിങ്ങൾ എനിക്ക് വേണ്ടി ജപം പണിയിടുക. അതായത് നിങ്ങൾ എനിക്ക് ജപം പണിയിടുന്നത് എനിക്ക് തിരിയും. അതുകൊണ്ട് നിങ്ങളുടെ ജപം എനിക്ക് മഹിഴ്ചയായി വന്നിടും, അല്ലെങ്കിൽ മഹത്വത്തിന് കാരണമായി തീരും, മഹിഴ്ചയായി വന്നിടും. എന്നാൽ അത് മറ്റുമല്ല, എന്നിൽ വസിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നാ തന്നിടും? എനിക്ക് സമാധാനം തന്നിടും, അല്ലെങ്കിൽ അതെനിക്ക് സഹായമായി തീർന്നിടും. ഈവൻ എന്ന പ്രയാസമോ എന്നാ ദുഃഖമോ എന്നാ പ്രശ്നമോ എൻ്റെ ജീവിതത്തിൽ നേരിട്ടാലും എന്നാ പറ്റും? എനിക്കത് ആണ്ടവർ അതെനിക്ക് സഹായമായി തീർത്തിടും.
നോക്കി പൗലോസിൻ്റെ വിശ്വാസം നമുക്ക് പാർത്തിടാം. അവൻ എത്രമാത്രം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ നോട്ടം ആരുടെ മേൽ താൻ, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ മേൽ താൻ. അതാണ് എങ്കിൽ சொல்லுது. അതായത് നിങ്ങളുടെ ജപം എനിക്ക് ரொம்ப പിടിക്കുന്നത്. അതായത് നിങ്ങൾ ജപം പണ്ണുമ്പോൾ അത് എനിക്ക് എൻ്റെ ഹൃദയത്തിന് അത് എനിക്ക് ரொம்ப സമാധാനം തരുക. അത് മാത്രമല്ല, ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നതുകൊണ്ട് അവ എന്നെ സഹായിച്ചിരുന്നതിന് എനിക്ക് തേവയായതെല്ലാം ആണ്ടവരായ യേശുക്രിസ്തു എനിക്ക് നൽകി. ഈ കഷ്ടങ്ങളായാലും പ്രയാസങ്ങളായാലും ദുഃഖങ്ങളായാലും അത് സഹിക്കാനുള്ള കൃപ ആര് തന്നിടും? ആണ്ടവരായ യേശുക്രിസ്തു തന്നിടും. നമുക്ക് നമ്മൾ വചനത്തിൽ നമ്മൾ വാസിക്കുന്നുണ്ട്, നമുക്ക് ആണ്ടവർ തരുന്ന കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ദുഃഖങ്ങൾ എല്ലാമേ എത്രത്തോളം കാണും? നമുക്ക് സഹിക്കുന്ന അളവ് താൻ അവൻ തരും. അതിൽ മേലെ പോവാതെ നമുക്ക് സഹിക്കാൻ മുടിയാത്ത ഒരു അളവിലും ആണ്ടവർ നമ്മളോട് നമുക്ക് പ്രോബ്ലം വരാത്തത്. അതായത് നമ്മുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ തക്കോണം, അവൻ ബലപ്പെടുവാൻ തക്കോണം നമ്മൾ അവനോട് എത്രമാത്രം അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് തിരിയണം. എനിക്ക് രക്ഷാകരവണ്ണമായി തീരുന്നു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എനിക്ക് തിരിയത്. കാരണം ആണ്ടവരായ യേശുക്രിസ്തു എനിക്ക് സഹായമായിരിക്കെ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് സഹായമായിരിക്കെ എന്ന് ഇங்கே പൗലോസ് ഇங்கே പേശിടുകയാണ്. 20-ാം വാക്യത്തിൽ, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, അതുകൊണ്ട് ഇതെന്തൊക്കെ വന്നാലും എനിക്ക് ലജ്ജയെ കിടക്കാതെ കാരണം അതുകൊണ്ട് ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, ഒരു കാരണത്തിലും ഞാൻ ലജ്ജിച്ചു പോയി. എനിക്ക് ചങ്ങല കിടന്നാലും, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെടുത്തിയാലും, അവരെന്നെ അടിച്ചാലും, എന്നെ പണിയാലും എനിക്ക് ലജ്ജയെ കിടക്കാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം താനിരിക്കുക. ഞാൻ ആണ്ടവരിൽ വിശ്വസിച്ച് ഞാൻ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട്, അവൻ എനിക്ക് സഹായമായിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നുമേ കവലയില്ല. നമ്മൾ 20-ാം വാക്യത്തിൽ, അങ്ങനെ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട്. അതുകൊണ്ട് പറ്റി എനിക്ക് പൂർണ്ണ ധൈര്യം കിടക്കരുത്. അതായത് അളവറ്റ ധൈര്യം എനിക്ക് ആണ്ടവർ എനിക്ക് തന്നിരിക്കുക. ഈവൻ നമ്മുടെ കഷ്ടതയിലും നമ്മുടെ പ്രയാസത്തിലും ആണ്ടവർ നമുക്ക് തരും? ധൈര്യം തന്നിടും. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലപോലെ നമുക്ക് എടുത്തിടാം. കാണാം, പൗലോസിൻ്റെ ജീവിതത്തിൽ മറ്റുമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് ரொம்ப മുഖ്യமான കാര്യം. കാരണം മുഖ്യமான കാര്യം എന്ന സിനിമ നമുക്ക് പൂർണ്ണധൈര്യം കിടച്ചിടും. അതായത് നമുക്ക് പൂർണ്ണ ധൈര്യം கிடைക്കണമെന്നുണ്ടെങ്കിൽ ആരുടെ സഹായം നമുക്ക് തേവപ്പെടും? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സഹായം നമുക്ക് തേവപ്പെടും. ആണ്ടവരുടെ യേശുക്രിസ്തുവിൻ്റെ മട്ടും താൻ. അതായത് നിങ്ങളുടെ ജപവും എനിക്ക് ரொம்ப സഹായമായിരിക്കുക. അന്നേരം രണ്ട് കാര്യം നമ്മൾ നേരത്തെ വാസിച്ച നിങ്ങളുടെ ജപം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ജപിക്കുമെന്ന് എനിക്ക് തിരിയും. ഞാൻ ഈ ചങ്ങലയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കുന്നു എനിക്ക് തിരിയും. എനിക്ക് കഷ്ടപ്പാടുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്നാ പറ്റും? ഞാൻ തളർന്നു പോവാതെ, ഞാൻ ചോർന്നു പോവാതെ ഞാൻ ധൈര്യമായിട്ടിരിക്കുന്ന, അതുമല്ല ആണ്ടവരുടെ കൃപ എനിക്കുണ്ടതുകൊണ്ട് എനിക്ക് ധൈര്യമായി പൂർണ്ണ ധൈര്യം പൂണ്ട്. ഞാൻ പൂർണ്ണ ധൈര്യത്താൽ ഞാൻ എന്നാ പറ്റും? ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവ ക്രിസ്തു ഒന്നിപ്പോൾ ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാൽ ആകട്ടെ മരണത്തിലാകട്ടെ എപ്പോഴും എന്നുപോലെ എപ്പോഴും മയപ്പെടുകയുള്ളൂ. ഇങ്ങനെ சொல்லுது, എൻ്റെ ശരീരത്തിൽ എനിക്ക് ജീവൻ ഇരുന്നാലും മരിച്ചാലും രണ്ട് കാര്യം എനിക്ക് சொல்ல, എനിക്ക് ഞാൻ ജീവിച്ചിരുന്നാൽ തന്നെ എനിക്ക് ആണ്ടവരുടെ സഹായം മറ്റും താൻ പോകണം. ഞാൻ അതുകൊണ്ട് പൂർണ്ണതയിലേക്ക് ഞാൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് കവലയില്ല. കാരണം എനിക്ക് എൻ്റെ കൂടെ ആരായിരിക്കുന്നത്? ആണ്ടവരുടെ ആത്മാവ് എന്നിലിരിക്കെ അതിൻ്റെ ആത്മാവ് മൂലം എനിക്ക് ധൈര്യം കിടച്ചാൽ അത് എത്രമാത്രം തിരികെ
പൂർണ്ണ അല്ലെ സമ്പൂർണ്ണ, അല്ലെങ്കിൽ അതായത് ഒരു കലമിരുന്ന കലം നിറഞ്ഞ് കവിയുന്ന മാതിരി അത്രയ്ക്ക് ധൈര്യം ആണ്ടവർ എനിക്ക് തന്നാച്ച്. അതുകൊണ്ട് ഞാൻ കവലപ്പെടുന്നത്, ഞാൻ ജീവിച്ചാലും മരിത്താലും എല്ലാം എന്നതാണ് ആണ്ടവരുടെ ചിത്തം താൻ. ഞാൻ ജീവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോബം പണിയിടും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചങ്ങലയിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ജോബം പണിയിടും. ഞാൻ മരിത്താൽ ഞാൻ എங்கே പോയിടും? ഞാൻ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ജീവനാലും മരണത്താലും എന്നുള്ളത് ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. ഞാൻ എപ്പോഴുമേ ഞാൻ മഹിമപ്പെടുത്തലും, അല്ലെങ്കിൽ ഞാൻ മഹിഴ്ചയായിടും. അതായത് ആണ്ടവർ എൻ്റെ കൂടെ ഇരിക്കുക, അത് എനിക്ക് പെരിയ ആശ്വാസം. കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുക, അതെനിക്ക് പെരിയ ആശ്വാസം. എനിക്ക് സമാധാനം കിടക്കുന്നത് ആണ്ടവരുടെ സമാധാനം. അത് ആണ്ടവരുടെ സമാധാനം അപ്പോസ്തലനായ പൗലോസിന് ഇരിക്കുന്നത് കൊണ്ട് താൻ അവൻ എന്നാ ചൊല്ലുന്നത്? ആണ്ടവരുടെ സ്നേഹത്തെ പറ്റി ചൊല്ലിയാച്ച്, സമാധാനത്തെ പറ്റി ചൊല്ലിയാച്ച്, അവൻ്റെ സന്തോഷത്തെ പറ്റി ചൊല്ലിയാച്ച്, അതെല്ലാം നമ്മൾ വായിക്കുന്നു. എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്ന്. അത് മാത്രമല്ല, ഞാൻ അതുകൊണ്ട് എനിക്ക് എന്നെ ആണ്ടവർ എന്നെ പുകഴ്ത്തുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ന് എന്നും പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തു. അതുതാൻ ഞാൻ വിശ്വാസിച്ചിരിക്കുന്നത്, അതുതാൻ എൻ്റെ പ്രത്യാശ, അതുതാൻ എൻ്റെ പ്രതീക്ഷ. കാരണം ആണ്ടവർ താൻ എനിക്ക് കൂടെ ഉള്ളത്. എത്ര വലിയ പ്രത്യാശ താൻ അപ്പോസ്തലനായ പൗലോസിൽ നമുക്ക് കിടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും, നമുക്ക് പരിശോധനകൾ വന്നാലും, ശോധനകൾ വന്നാലും, നമ്മുടെ കൂട്ടുകാർ നമ്മളെ വെറുത്താലും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളോട് വെറുത്താലും, ബന്ധുക്കാർ നമ്മളോട് വെറുത്താലും, നമ്മുടെ സഹപ്രവർത്തകർ നമ്മളോട് വെറുത്താലും, എന്നത് അപ്പോസ്തലനായ പൗലോസ് എനിക്ക് മഹിഴ്ച താൻ വരും, എനിക്ക് പുകഴ്ച താൻ വരും. കാരണം എനിക്ക് സഹായമായിട്ട് ആര് നിൽക്കുന്നത്? ആണ്ടവരായ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഇരിക്കുന്നത്. എത്ര പെരിയ സന്തോഷം നമുക്കും നമുക്കും ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വെച്ചിടാം. എന്തുതാൻ ആണ്ടവർ നമ്മളോട് കൂടി ഇരിക്കുക, അവൻ എനിക്ക് സഹായമായിരിക്കുക. ഞാൻ ചൊല്ലി, അവൻ മരിച്ചാലും അല്ലെങ്കിൽ ഇറന്നാലും അവൻ ജീവിച്ചാലും ആണ്ടവരുടെ മഹിഴ്ച, അല്ലെങ്കിൽ അതുമൂലം എനിക്ക് മഹിഴ്ചയും കിടക്കും. കാരണം ആണ്ടവർ എനിക്ക് ചെയ്യുന്ന വൻ കാര്യങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കുമേ കാണുമ്പോൾ എന്നിൽ കൂടെ നിങ്ങൾക്ക് മഹിഴ്ച നിങ്ങൾക്കും കിടക്കും. അന്നേരം നിങ്ങൾ എന്നെ പണ്ണും, നിങ്ങൾ ആണ്ടവരെ മഹിഴ്ത്തിടും, നിങ്ങൾ ആണ്ടവരെ പുകഴ്ത്തിടും, നിങ്ങൾ ആണ്ടവരെ സ്തുതിച്ചിടും. നിങ്ങൾക്ക് വിശ്വാസം കിടക്കിടും, നിങ്ങൾക്ക് വിശ്വാസത്തിൽ ധൈര്യം നിങ്ങൾക്ക് കിടക്കിടും. പൂർണ്ണ ധൈര്യത്തോട് നിങ്ങൾക്ക് ആണ്ടവരെ സ്തുതിപ്പാൻ പറ്റും. ഞാൻ എൻ്റെ സമയം മുടിഞ്ഞാച്ച് നമ്മൾ വാസിക്കുന്നു, നമ്മൾ പാത്താച്ച് எப்படி പൗലോസിൻ്റെ വിശ്വാസത്തെ പറ്റി നമ്മൾ പാക്കുക. പൗലോസ് അവൻ്റെ ഓരോ വാക്യത്തിലും ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ അവൻ ആണ്ടവയിൽ എത്രമാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നത്, അവൻ ആണ്ടവയിൽ എത്രമട്ടും ആശ വെച്ചിരിക്കുക. അവന് ജീവിതത്തിൽ യാതൊരു രീതിയിലുമേ ഒരു ദുഃഖവും கிடைக்காது. എന്നാ ദുഃഖം கிடைக்காது? അവൻ്റെ സന്തോഷം ആരുതാൻ? ആണ്ടവരായ യേശു ക്രിസ്തു. അവനെ സഹായിക്കുന്ന ആരുതാൻ? ആണ്ടവരായ യേശു ക്രിസ്തു. അവന് സഹായത്തിന് ആണ്ടവരായ യേശു ക്രിസ്തുവിലേക്ക് അവനെ നൽകിയിരിക്കുക, അവന് കൃപ നൽകുന്ന ആണ്ടവരായ യേശു ക്രിസ്തു. സ്നേഹത്തിൻ്റെ ദാതാവായ തകപ്പനായ ആണ്ടവർ അവൻ്റെ പുത്ര മുഖാന്തരം നമുക്ക് എന്ന് നൽകിയിരിക്കുകയും കൃപ നൽകിയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പുകഴ്ത്തിടാം. ദൈവനാമം മഹത്വപ്രദമായിട്ട് നമുക്ക് നാളെ പിന്നെയും വിസാരിച്ചിടാം. ആണ്ടവരുടെ നാമം മഹത്വപ്രദമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹം கிடைക്കട്ടെ. ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽക്ക് മേൽ വരുമാറാകട്ടെ. ആമീൻ.